വിഴിഞ്ഞമാണല്ലോ ഈ ഒരു കാലത്തിൽ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയം കൂടി അതാണല്ലോ. ഇപ്പോൾ എന്തായാലും ഇന്നലെ സമരമൊക്കെ തീർന്നു. എന്താണ് ഇനി അക്കാര്യത്തിൽ കൂടുതലായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതായിരുന്നു. രണ്ട് ഈ സമരം ചെയ്യുന്നവരും സർക്കാരും തമ്മിൽ ഒരു ചർച്ചയ്ക്ക് സാധ്യമല്ലാത്തതുപോലെയുള്ള ഒരു അകൽച്ചയിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ സഭയുടെ ഒരു സമീപനത്തിൽ അവരെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് ശ്രമിച്ചു. അതിൽ അവർ പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് നല്ല ഒരു സമവായത്തിലേക്ക് വന്നു. ഇനിയുമാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ കാര്യങ്ങൾ ഫലപ്രദമായി ആവിഷ്കരിക്കേണ്ടത്. അവിടുത്തെ വിഷയങ്ങൾ തീർന്നു എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ആലോചനയുടെ അതൊരു പരിഹാരത്തിലാണ്. എന്നാൽ ഇനിയും പ്രവർത്തനങ്ങൾ അവിടെ തുടരുമ്പോൾ ആ പാവപ്പെട്ട ജനതയുടെ റീഹാബിലിറ്റേഷൻ, പുനരധിവാസം കൃത്യമായി നടപ്പിലാകണം. അതിന് മോണിറ്ററിംഗ് കമ്മിറ്റിയെ അതിനാണ് പ്രത്യേകം വച്ചിരിക്കുക. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സമയബന്ധിതമായിട്ടുള്ള ഇടപെടലുണ്ടാകണം. പുതിയ വിഷയങ്ങൾ അവിടെ വരുമ്പോൾ അതിന് തക്ക സമയത്ത് അതിന് പ്രതിവിധി നിശ്ചയിക്കുവാനായിട്ടും സാധിക്കണം. ഒരു പരസ്പര ധാരണയിലും പരസ്പര ഒരു സഹകരണത്തിലും മാത്രമേ അവിടുത്തെ വിഷയങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു പ്രതിവിധി ഉണ്ടാവുകയുള്ളൂ. അത് മുൻപോട്ടുള്ള ദിനങ്ങളിലാണ് അത് കൂടുതൽ പ്രകടമാകേണ്ടത്. ഇപ്പോഴത്തെ ഒരു ഒത്തുതീർപ്പ് ചർച്ചയിലൊക്കെ പ്രതീക്ഷയുണ്ടോ? ആ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നു? അത് കൃത്യമായി രേഖാമൂലമായി തന്നെ അത് കൊടുത്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ അത് സർക്കാർ അത് ഓണപ്പ് ചെയ്തിട്ടുണ്ട്. എഴുതി കൊടുത്തിരിക്കുന്ന 7 പ്രത്യേക മേഖലകളിലെ രേഖാമൂലമായ ഒരു എഗ്രിമെൻ്റ് പോലെയാണ് സർക്കാർ അത് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ സർക്കാർ നിയമങ്ങൾ ആവശ്യമുള്ളിടത്ത് നിയമം ഉണ്ടാക്കി തന്നെ അത് പരിഹരിക്കും, ഇടപെടും എന്ന് തന്നെയാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. അത് നടക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ സമരം പിൻവലിക്കുമ്പോഴുള്ള ഒരു ആശങ്ക നേരത്തെ ഉണ്ടായ കേസുകളാണ്. ആ കാര്യത്തിൽ എന്താണ്, എന്തെങ്കിലും ഒരു ഉറപ്പ് നിലവിൽ കിട്ടിയിട്ടുണ്ടോ? നിലവിൽ ഒരുപാട് ആളുകൾക്കെതിരെ കേസുണ്ട്, 168 FIR ഉണ്ട്. ഈ കാര്യത്തിലൊക്കെ എന്താണ് ചെയ്യുക? ആർച്ച് ബിഷപ്പിന് അടക്കമുള്ളവർക്കെതിരെ കേസുണ്ട്. അത് സാധാരണ ഇപ്രകാരമുള്ള ഒരു സംഘർഷത്തിലും ഒരു സമരത്തിൻ്റെ ചൂടിലും നിൽക്കുമ്പോൾ സംഭവിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. അത് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പരിഹാരം വരുമ്പോൾ അതിനാനുപാതികമായി അത് പരിഹരിക്കപ്പെടും. എന്നാൽ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ വഴിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വഴിവിട്ട് നമുക്ക് ഒരു ഡിമാൻഡ് വയ്ക്കാനോ വഴിവിട്ട് അത് നടപ്പിലാക്കാനോ അങ്ങനെയുള്ള ഒരു സമ്മർദ്ദത്തിൽ നമ്മൾ വഴിപ്പെടേണ്ടതില്ലല്ലോ. മറിച്ച് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് അയവ് വരുമ്പോൾ ഏതെല്ലാം കാര്യങ്ങൾക്ക് അത് ഉണ്ടാകും എന്നുള്ളത് പരസ്പരം ഒരുമിച്ചിരുന്ന് അത് മനസ്സിലാക്കുമ്പോൾ അത് പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തുറമുഖത്തിൻ്റെ കാര്യത്തിൽ KCBCയുടെ ഒരു നിലപാട് എന്തായിരിക്കും? അത് വരും എന്നുള്ളത് തന്നെയാണോ? അത് അക്കാര്യത്തിൽ എന്തെങ്കിലും ഇനിയൊരു പ്രശ്നങ്ങളുണ്ടോ? അല്ല, തുറമുഖത്തെക്കുറിച്ച് KCBC വരുമോ ഇല്ലയോ എന്ന് KCBCയുടെ അനുവാദം അവർക്ക് ആവശ്യമില്ലല്ലോ. സർക്കാർ എടുക്കുന്ന ഒരു നിലപാട്, സർക്കാർ എടുക്കുന്ന ഒരു തീരുമാനത്തിന് അത് KCBCയുടെ പെർമിഷൻ ചോദിച്ചിട്ടല്ലല്ലോ എടുക്കുന്നതും. അപ്പോൾ പക്ഷേ അവിടെ ഉണ്ടാകാവുന്ന മനുഷ്യർക്ക്, വസിക്കുന്നവർക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളുടെ ഒരു കാര്യമാണ് നമ്മൾ മുമ്പോട്ട് വെച്ചത്. അതിലാണിപ്പോൾ ഒരു സമവായത്തിൽ പരിഹാരത്തിലേക്ക് വന്നിരിക്കുന്നത്. തുറമുഖം എന്നുള്ളത് നമ്മുടെ പൊതുവായ ഒരു വിഷയമായി തന്നെ നിൽക്കുന്നു. സഭ വികസനത്തിന് എതിരായി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിൽക്കുകയുമില്ല. അതിനെ എല്ലാവരോടും ചേർന്ന് ഈ വിഷയത്തിലുള്ള ഒരു സമവായത്തിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ എല്ലാ അർത്ഥത്തിലും തുറമുഖത്തിന് നേരത്തെയും എതിരല്ലല്ലോ. തുറമുഖം വരുമ്പോൾ അവിടുത്തെ പ്രദേശവാസികൾക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് നമ്മൾ വലിയ ആകാംക്ഷ പ്രകടിപ്പിച്ചിരുന്നത്. ചർച്ചകൾ ഏതെങ്കിലും ഘട്ടത്തിൽ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു? ചർച്ചകൾ എപ്പോഴും അങ്ങനെയാണല്ലോ. പക്ഷേ അത് പരിഹാരത്തിലേക്ക് വരുന്നു എന്നുള്ളതാണല്ലോ സന്തോഷകരമായ ഒരു പൂർത്തീകരണം. ചർച്ചകൾ എപ്പോഴും പല ഫേസിലൂടെ കടന്നു പോകും. ആ ഫേസിൻ്റെ സമാപനമാണ് സമവായത്തിലേക്ക് വരിക. അവിടെ നമ്മൾ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് സന്തോഷം. ലത്തീൻ സഭയ്ക്കടക്കം ഈ സ്വാഭാവികമായിട്ട് ലത്തീൻ സഭ ഈ ഒരു സമരത്തിൽ വളരെ ശക്തമായി തന്നെ നേരിട്ട് മുന്നിലേക്ക് ഇറങ്ങിയതാണ്. ആ സമയത്ത് മറ്റ് കത്തോലിക്ക സഭകളിൽ നിന്നും ഒരു പ്രത്യക്ഷമായൊരു പിന്തുണ അവർക്ക് കിട്ടിയില്ല എന്നൊരു ആക്ഷേപം പല കോണുകളിൽ നിന്നും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് നമ്മുടെ ഈ ഒരു സമ്മേളനം ചേരുകയും ചെയ്തത്. അപ്പം വിശദമായൊരു ചർച്ച അക്കാര്യത്തിൽ നടന്നിട്ടുണ്ടോ? അല്ല, ആ പറയുന്നതിനകത്ത് വാസ്തവമില്ലല്ലോ. അവിടെ മിക്കവാറും എല്ലാ കത്തോലിക്ക രൂപതകളും രൂപതാധ്യക്ഷന്മാരും അവിടെ ചെല്ലുകയും അവരോട് സംഭാഷണം ഏർപ്പെടുകയും അവരവരുടേതായ തലങ്ങളിൽ അവർക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നോ
അല്ലെങ്കിൽ ലത്തീൻ സഭയുടെ ഭാഗത്തുനിന്നോ അങ്ങനെ ഒരു ആരോപണം ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. പുറമേ കാഴ്ചക്കാരായി നിന്ന ആളുകൾക്ക് അഭിപ്രായങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുള്ളതായിരിക്കാം. അതല്ലല്ലോ യഥാർത്ഥത്തിൽ അവർ ഈ വേദന അനുഭവിച്ചിരിക്കുന്ന ആളുകളും അവർ സഭയും ഇക്കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടാണ് എപ്പോഴും ഇടപെട്ടിട്ടുള്ളത്. അങ്ങനെയാണ് മറ്റ് സഭകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള സമീപനവും എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്.